വാർത്തകൾ തുടരുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണ്. അത് വിസ്മരിക്കപ്പെട്ടുകൂടാ. ചരിത്രത്തിൽ നിന്നും നെഹ്റുവിനെ മായ്ക്കാൻ ശ്രമിക്കുമ്പോൾ കുറിച്ച് ചരിത്രം കൂടി അറിയേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കമ്മ്യൂണിസമല്ല, ഭൂരിപക്ഷ വർഗീയതയാണെന്ന നെഹ്റുവിന്റെ വാക്കുകളുടെ പ്രവചന സ്വഭാവം ബോധ്യപ്പെടുത്തുന്ന നാളുകളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്നാണ് മതേതരത്വത്തെ വാഴ്ത്തുന്ന ചരിത്ര പണ്ഡിതരും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഹിന്ദുത്വത്തിന്റെ പേരിലുള്ള വർഗീയതയുടെ ഇപ്പോഴത്തെ പ്രധാന ശത്രുവായി നെഹ്റു മരണാനന്തരവും നിലനിൽക്കുന്നുവെങ്കിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവും സ്വീകരിച്ച നിലപാടുകൾ എത്രമാത്രം വർഗീയ വിരുദ്ധമാണെന്നതിന്റെ സാക്ഷ്യമാണ് അതെന്നും വിലയിരുത്തലുണ്ട്. പൊതുമേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള ആസൂത്രണത്തിലൂടെ സാമ്പത്തിക വളർച്ച നേടാനുള്ള ശ്രമങ്ങളാണ് നെഹ്റു നടത്തിയതെന്ന് നെഹ്റുവിനെ അനുകൂലിക്കുന്നവർ പറയുന്നു. അതിന്റെ ഫലമായി രാജ്യത്തെ അടിസ്ഥാന മേഖലയെ അദ്ദേഹം ശക്തിപ്പെടുത്തിയെന്നും നിരീക്ഷണങ്ങളുണ്ട്. എന്നാൽ രാജ്യം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരൻ നെഹ്റുവാണെന്ന വ്യാജ ചരിത്ര നിർമ്മാണത്തിനായാണ് സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ ശ്രമിക്കുന്നതെന്ന് നെഹ്റുവിനെ അനുകൂലിക്കുന്നവർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി അർത്ഥസത്യങ്ങളും വ്യാജ കഥകളുമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് വാദം. സർദാർ വല്ലഭായ് പട്ടേലിനെ നെഹ്റു ഒതുക്കിയെന്ന വാദമാണ് ഇതിൽ പ്രധാനം. ഇതേ സർദാർ പട്ടേൽ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് ഗാന്ധിയെ കൊന്നതിനെ തുടർന്ന് RSS നിരോധിക്കപ്പെട്ടതെന്ന വസ്തുത മറച്ചുവെച്ചാണ് ഈ പ്രചാരണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 കൊണ്ടുവരാനുള്ള നെഹ്റുവിന്റെ തീരുമാനമാണ് കശ്മീർ പ്രശ്നമേഖലയാകാൻ കാരണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. കശ്മീരിന്റെ 1/3 ഭാഗം ഇന്ത്യക്ക് നഷ്ടപ്പെടാനുള്ള കാരണം നെഹ്റു ആയിരുന്നുവെന്നും 2017 അമിത്ഷാ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി മോദിയും പലകുറി ഗുജറാത്തിലെ പൊതുപരിപാടികളിൽ നെഹ്റുവിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. വിഭജന സമയത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേരാതിരുന്ന കശ്മീർ ചില സംഭവങ്ങളെ തുടർന്ന് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായത് ഭരണഘടനയുടെ 370 വകുപ്പിനെ തുടർന്നായിരുന്നുവെന്ന വസ്തുത മറച്ചുവെച്ചാണ് ഈ കഥകൾ പ്രചരിപ്പിച്ചത്. സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ 9 തവണയായി 3529 ദിവസം ജയിലിൽ കിടന്ന വസ്തുത മറച്ചുവെച്ച് നെഹ്റു സ്വാതന്ത്ര്യ സമരകാലത്ത് തടവറയിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ലെന്ന പ്രചാരണവും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി. കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യ ദിനത്തിൽ നെഹ്റുവിനെ ലക്ഷ്യമിട്ട് BJP ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. വിഭജനത്തിന്റെ കാരണക്കാരൻ നെഹ്റു ആണെന്ന രീതിയിലാണ് BJP ആ വീഡിയോ ചിത്രീകരിച്ചത്. പാകിസ്ഥാൻ രൂപീകരിക്കണമെന്ന മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് നെഹ്റു വഴങ്ങുകയായിരുന്നുവെന്നാണ് വീഡിയോയിൽ ആരോപിച്ചത്. സ്വതന്ത്ര ഇന്ത്യയെ ലോക രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയതും ചേരിചേരാ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ചതും ഉൾപ്പെടെ നെഹ്റുവിന്റെ സംഭാവനകളെ മറച്ചുവെച്ചുള്ള പ്രചരണവുമായാണ് BJP സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നാണ് ചരിത്ര പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ആരോപിക്കുന്നത്. മോദിക്ക് മുൻപ് വാജ്പേയി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഇതായിരുന്നില്ല സമീപനം. തന്റെ ഓഫീസിൽ നിന്ന് നെഹ്റുവിന്റെ ചിത്രം നീക്കം ചെയ്തപ്പോൾ അത് അവിടെ തന്നെ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച കാര്യം വാജ്പേയി തന്നെ പാർലമെന്റിൽ വെളിപ്പെടുത്തിയതാണ്. എന്നാൽ ചരിത്രത്തിൽ നിന്ന് നെഹ്റുവിനെ ഇല്ലാതാക്കാനുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും നെഹ്റുവിന്റെ സാമ്പത്തിക മതേതര നിലപാടുകൾ കൂടുതൽ ചർച്ചയാവുകയാണ്. 1990 നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങൾ കൈയൊഴിഞ്ഞ് ഉദാരവൽക്കരണം നടപ്പിലാക്കിയതോടെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വങ്ങൾ 10 മടങ്ങ് വർദ്ധിച്ചതെന്നും അടിസ്ഥാന വർഗത്തിന്റെ പാർശ്വവൽക്കരണത്തിന് കാരണമായതെന്നുമുള്ള നിരീക്ഷണങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും തമസ്കരണ ശ്രമത്തിനിടയിലും ചരിത്രത്തിൽ നെഹ്റു കൂടുതൽ തെളിമയോടെ ഉയർന്നു വരികയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.